ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്ന് ഡിസംബർ ഫസ്റ്റിലായി നമ്മൾ. അപ്പോൾ നിഫ്റ്റീൻ്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നിഫ്റ്റി 26,300 പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യും. സോ ഇന്ന് അത് 26,300 എബോ പോയി. സോ വി ഹാവ് ടു ബുക്ക് ദ പ്രോഫിറ്റ്. പക്ഷേ ട്രേഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇൻഡെക്സ് ഫ്രഷ് ഹൈയിലാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ മാർക്കറ്റിൽ ഒന്നിക്കലൊരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ 26,350 ക്രോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് 26,450 26,500 പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ താഴത്തേക്കുള്ള ലെവൽ എന്ന് വെച്ചാൽ 26,100 26,150 ആ ലെവലിൽ ഒരു സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഞാൻ അഗൈൻ ഐ ആം ടെലിംഗ് 25,800 പോകുന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഐ ഹോപ്പ് യു മസ്റ്റ് ബുക്ക് ദ പ്രോഫിറ്റ്. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സാക്ട്ലി അതുപോലെ മാർക്കറ്റിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ പ്രധാന ഒരു കാരണം വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് രാവിലെ ലിഫ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ Q2 GDP ഡാറ്റ വന്ന വലിയ നല്ല നമ്പറാണ് വന്നിട്ടുള്ളത്. I don't know whether the number is correct or wrong, but anyway, market respond it നല്ല നമ്പറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് എ വൺ റീസൺ. അത് കാര്യം പിന്നെ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്, FII സെല്ലിംഗ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 2 ദിവസത്തിനുള്ള ഈ RBIൻ്റെ പോളിസി അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ കുറച്ച് കോഷൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പം ട്രെൻഡ് 3 ടൈപ്പ് ഓഫ് ട്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂഷൻ. ട്രെൻഡ് കണ്ടിന്യൂഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സപ്പോസ് നിഫ്റ്റി ബ്രേക്സ് ഹയർ. സോ സപ്പോസ് നിഫ്റ്റി ബ്രേക്സ് ഹയർ ഞാൻ ഉദ്ദേശിക്കുന്നത് if it goes about 26,350, അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. if it breaks, so then it could the signal the next leg എന്ന് വെച്ചാൽ 26,405 26,570 ആണ് പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആണ്. സോ വി ഹാവ് ടു ട്രേഡ് വിത്ത് എ സ്റ്റോപ്പ് ലോസ് ഓൾസോ. പിന്നെ രണ്ടാമത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഈ നിഫ്റ്റി ബ്രേക്സ് ലോവർ, ദാറ്റ് ഈസ് കറക്റ്റീവ് ഡ്രിഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ so consider a bearish position. അന്നേരത്തെ നമ്മൾ വി ഹാവ് ടു ബൈ പുട്ട് ഓപ്ഷൻ. ഇഫ് ദ ഇൻഡെക്സ് 26,100 ടൈം വേ സപ്പോർട്ട് പോലെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് വിൽ നാച്ചുറലി ഗോ ടു 26,000 and 25,850. സോ ആ സമയത്ത് വി ഹാവ് ടു ഡു എ പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ്. സോ വേറെ ഇന്നിപ്പോൾ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിട്ട് ഞാൻ കാണുന്നത്. റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിൽ വാട്ട് വി ക്യാൻ ഡു ഇസ് അയൺ കോണ്ടോർ. ഈ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. സോ ഐ ഡോണ്ട് സജസ്റ്റ് എവരിബഡി ടു നോ. ഇഫ് യു ഡോണ്ട് നോ ആൻഡ് കണ്ട് ഡോണ്ട് ഡു ദാറ്റ്. കാരണം വെച്ചാൽ അതൊക്കെ എക്സ്പേർട്ടിന് ചെയ്യുന്ന കാര്യമാണ്. സോ ഐ എം എ ന്യൂട്രൽ വ്യൂ. സോ കീ സപ്പോർട്ട് ലെവൽ ഞാൻ കാണുന്ന 26,142 26,310 സോൺ ഈസ് എ ക്രൂസിയൽ റേഞ്ച് ടു വാച്ച്. ഓൾസോ കീ 26,000 26,275 26,600 അതും ഒരു ക്രൂസിയൽ ലെവലാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ.